إن الحمد لله نحمده ونستعينه ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സ്നേഹധരണികളായ സത്യവിശ്വാസി വിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവും പരിപാലകനുമായ ഏകനായ റബ്ബിന്റെ ആജ്ഞകളും നിർദ്ദേശങ്ങളും കഴിവിന്റെ പരമാവധി ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും പാലിക്കപ്പെടേണ്ടതുപോലെ പാലിച്ചുകൊണ്ട് റബ്ബിനെ ഭയപ്പെട്ട് തഖ്വയോടുകൂടെ ജീവിക്കണമേ എന്ന് ഏറെ ഗൗരവത്തോടുകൂടെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഒരു വ്യക്തിയുടെ അജ്ഞത പലപ്പോഴും അവൻ വഞ്ചിക്കപ്പെടാൻ, നഷ്ടം വരുത്താൻ കാരണമാകാറുണ്ട്. പല സന്ദർഭങ്ങളിൽ നമ്മളത് മനസ്സിലാക്കുന്നവരുമാണ്. വ്യാപകമായിട്ടുള്ള പല തട്ടിപ്പുകളും ചില സന്ദർഭങ്ങളിലെങ്കിലും നമ്മൾ കേൾക്കാറുണ്ട്. പിടിക്കപ്പെടുമ്പോൾ വഞ്ചിതരായി പോകുന്നവരും നഷ്ടം പറ്റിയവരും ഒരുപാടുണ്ടാകും. എല്ലാവരും അതിന്റെ കൂടെ ചേരുന്നു, അതുകൊണ്ട് ഞാനും ചേർന്നു. ഇതാണ് പലപ്പോഴും വഞ്ചിക്കപ്പെട്ട ആളുകളുടെ അവസാനത്തെ മറുപടി എന്ന് പറയുന്നത്. ഒരു കാര്യം ഒരു നാട്ടിൽ വ്യാപകമായി കഴിഞ്ഞാൽ സ്വാഭാവികമായും അതിൽ അകപ്പെടുക എന്നുള്ളത് ഒരു നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയുടെ തുടർച്ച മാത്രമാണ്. എല്ലാവരും ഒരു കാര്യം ഉപയോഗിക്കുമ്പോൾ അതിന്റെ വരും വരായികളെ കുറിച്ച് സാധാരണഗതിയിൽ നമ്മൾ ചികഞ്ഞന്വേഷിക്കാറില്ല. മോശമായിരുന്നുവെങ്കിൽ ആളുകൾ അത് സ്വീകരിക്കുമായിരുന്നില്ല എന്നതാണ് നമ്മുടെ ന്യായം. തട്ടിപ്പാണെങ്കിൽ തീർച്ചയായും ആളുകൾ അതിലേക്ക് ആകർഷിക്കപ്പെടുകയില്ല എന്നതൊക്കെയാണ് സാധാരണഗതിയിൽ നമ്മൾ വിലയിരുത്താറുള്ളത്. ഒരുപക്ഷെ നമുക്ക് വരുന്ന നഷ്ടങ്ങൾ നികത്താൻ കഴിയുന്നതാണ്. സാമ്പത്തികമായ നഷ്ടമാണെങ്കിലും ഒരു വേള മാനഹാനിയാണെങ്കിൽ പോലും അതൊക്കെ നമുക്ക് ഓവർകം ചെയ്ത് മുന്നേറാൻ കഴിയും. പക്ഷെ വരുത്തി വെക്കുന്ന നഷ്ടം നികത്താൻ കഴിയാത്തതും പരലോകത്താവുകയും ചെയ്യുന്നതാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഏറ്റവും വലിയ നഷ്ടം അതായിരിക്കും. നികത്താനുള്ള സമയമില്ല, സഹായിക്കാൻ സഹായികളില്ല, വിലാപങ്ങൾ കൊണ്ട് കാര്യവും ഉണ്ടാവുകയില്ല. അങ്ങനെയുള്ള നഷ്ടമാണ് ഏറ്റവും വലിയ നഷ്ടം. നഊദു ബില്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഞാൻ സൂചിപ്പിച്ചു വരുന്നത്, പരലോകത്ത് ദുനിയാവ് കൊണ്ട് വഞ്ചിതരായി പോയിരിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാകുമെന്നാണ്. ഒരുപാട് കർമ്മങ്ങൾ ചെയ്ത് പരലോകത്ത് വലിയ പ്രതിഫലമുണ്ട് എന്ന പ്രതീക്ഷയോടുകൂടെ റബ്ബിനെ കണ്ടുമുട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന മനുഷ്യന്മാർ. പക്ഷെ അള്ളാഹുമായി കണ്ടുമുട്ടുമ്പോ
അവർക്കൊന്നും ഉണ്ടാവുകയില്ല. ഒന്നുമില്ല എന്ന് മാത്രമല്ല, ചെയ്ത പ്രവർത്തനങ്ങൾ തനിക്കെതിരെ തിരിയുകയും ചെയ്യുന്ന ദുരനുഭവമായിരിക്കും ഉണ്ടാവുക എന്നാണ്. ആവലാദികളും വേവലാദികളും ഒക്കെ പറയുമെങ്കിലും ഒരിക്കലും രക്ഷയുടെ മാർഗം തുറന്നു കിട്ടാത്ത വലിയ നഷ്ടമായിരിക്കും അത്തരം ആളുകൾക്കുണ്ടാവുക. ഓരോ വെള്ളിയാഴ്ചയും നാം ഓരോരുത്തരും പാരായണം ചെയ്യുന്ന സൂറത്തുൽ കഹഫിന്റെ അവസാന ഭാഗത്ത് വളരെ ഗൗരവത്തോടുകൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പൊതുവെ വിശ്വാസികളായിരിക്കുന്ന ആളുകളോട് ഒരു കാര്യം സൂചിപ്പിക്കുന്നത് നമുക്ക് ഇങ്ങനെ വായിക്കാൻ കഴിയും. ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അമാല الذين ضل سعيهم في الحياة الدنيا وهم يحسبون أنهم يحسنون صنعا أولئك الذين كفروا بآيات ربهم ولقائه فحبطت أعمالهم فلا نقيم لهم يوم القيامة وزنا. നമുക്കൊക്കെ കേട്ടു പരിചയമുള്ള ഒരു ആയത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെ അഭിസംബോധന ചെയ്തുകൊണ്ട് വിശ്വാസികളായിരിക്കുന്ന ആളുകളെ പൊതുവായിട്ട് ഒരു കാര്യം ഉണർത്തുകയാണ്. ഖുൽ, പ്രവാചകരെ പറയണം, ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അമാല. വിശ്വാസികളായിരിക്കുന്ന ആളുകളെ പ്രത്യേകമായിട്ട് പറയാൻ അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഹൽ നുനബ്ബിഉകും, ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെ. ആരെക്കുറിച്ച്? ബിൽ അഖ്സരീന അമാല, പ്രവർത്തനങ്ങൾ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ആളുകളെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് വിവരം തരട്ടെ, അറിയിച്ചു തരട്ടെ എന്ന് പ്രവാചകരെ പ്രബോധിത സമൂഹത്തോട് നിങ്ങൾ ചോദിക്കണം, പറയണം. എന്നിട്ട് പ്രവാചകൻ പറയാൻ പരിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ എടുത്തുകൊണ്ട് അല്ലദീന ളല്ല സഅയ്ഹും ഫിൽ ഹയാത്തി ദുനിയ, ദുനിയാവിൽ വെച്ചുകൊണ്ട് അവർ ചെയ്തിരിക്കുന്ന അവരുടെ പരിശ്രമങ്ങളെല്ലാം തന്നെ വലാലത്തിലായി പോയി, വഴികേടിലായി പോയി, നഷ്ടം പറ്റിയിരിക്കുന്ന ആളുകളാണ്. ഈ നഷ്ടം പറ്റിയിരിക്കുന്ന ആളുകൾ ദുനിയാവിൽ വെച്ചുകൊണ്ട് ചെയ്ത പ്രവർത്തനങ്ങൾ അത് നിർവഹിക്കുന്ന വേളയിൽ ഇത് മോശമാണ്, തിന്മയാണ്, തെറ്റാണ് എന്ന് നനച്ചുകൊണ്ടല്ല ചെയ്യുന്നത്. വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ, അവരെല്ലാവരും ആ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന വേളയിൽ ഓരോരുത്തരും വിചാരിക്കുന്നത് ഞങ്ങൾ ഏറ്റവും തനതായിരിക്കുന്ന ശരിയായിരിക്കുന്ന കർമ്മമാണ് ചെയ്യുന്നത് എന്നായിരിക്കും അവർ വിചാരിക്കുക എന്നാണ്. ഒന്നാലോചിച്ച് നോക്ക് നിങ്ങൾ, ദുനിയാവിൽ വെച്ചുകൊണ്ട് നാം നിർവഹിക്കുന്ന ഓരോ കർമ്മങ്ങൾ അതിന് പരലോകത്ത് വമ്പിച്ച പ്രതിഫലമുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടെ സമയവും സമ്പത്തുമെല്ലാം വിനിയോഗിച്ചുകൊണ്ട് നിർവഹിക്കപ്പെടുന്ന കർമ്മങ്ങൾ നാളെ പരലോകത്ത് റബ്ബിന്റെ മുന്നിൽ വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടുന്ന സമയത്ത് ഒരു വിലയും കൽപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല, ആ കർമ്മങ്ങൾ കൊണ്ട് തിന്മയായി ഭവിക്കുന്ന ഒരു ദുരനുഭവം ഒരു പറ്റം ആളുകൾക്കുണ്ടാകും. അത്തരം ആളുകളെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ സമൂഹത്തോട് ചോദിക്കാൻ വേണ്ടി പറയാം. ഈ ആയത്ത് അർത്ഥമാക്കിയിരിക്കുന്നത്, വിവക്ഷിക്കുന്നത് അക്കാലത്തുണ്ടായിരുന്ന ജൂതന്മാരെയും ക്രൈസ്തവരായിരിക്കുന്ന ആളുകളെയും കുറിച്ചാണ്. അവരെ മാത്രല്ല, സമാനമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഏതാളുകളും ഖിയാമത്ത് നാൾ വരെയുണ്ടെങ്കിൽ അവർക്കെല്ലാവർക്കും ഇത് ബാധകമാണ് എന്ന് മുഫസ്സിരീങ്ങൾ ഒന്നടങ്കം വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്താ അവർക്ക് സംഭവിച്ചത്? പരലോകത്ത് പുണ്യം കിട്ടാൻ, സ്വർഗം തേടിയെടുക്കാൻ, പാപങ്ങൾക്കുള്ള പരിഹാരം എന്നുള്ള നിലക്ക് ഒരുപാട് കർമ്മങ്ങൾ അങ്ങേയറ്റത്തെ ജാഗ്രതയോടുകൂടെ ഇഖ്ലാസോടുകൂടെ നിർവഹിക്കുന്നവരാണ് ഈ പറഞ്ഞ വിഭാഗങ്ങളൊക്കെ. പക്ഷെ അത്തരം കർമ്മങ്ങൾ അവർക്ക് പ്രവാചകന്മാരുടെ പഠിപ്പിക്കപ്പെടുകയോ വേദഗ്രന്ഥങ്ങളിൽ പഠിപ്പിക്കുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. നേരെ മറിച്ച് തങ്ങൾക്ക് ന്യായമെന്ന് തോന്നുന്ന, ശരിയെന്ന് തോന്നുന്ന കർമ്മങ്ങളെല്ലാം തന്നെ ചെയ്യുകയും അതിലൂടെ ഇന്നതെല്ലാം ലഭിക്കുമെന്നുള്ള ഒരു മോഹം വെച്ചു പുലർത്തുകയും ചെയ്തു എന്നാണ്. പ്രിയപ്പെട്ടവരെ, വിശ്വാസികളുടെ കൂട്ടത്തിൽ, മുസ്ലിം സമൂഹത്തിന്റെ കൂട്ടത്തിൽ നമ്മുടെ പ്രവർത്തനം ഇതുപോലെ തന്നെ പ്രമാണങ്ങളിലില്ലാത്ത, വിശുദ്ധ ഖുർആൻ കൊണ്ടോ തിരു ഹദീസുകൾ കൊണ്ടോ സ്ഥിരപ്പെടാത്ത, ന്യായീകരിക്കാൻ കഴിയാത്ത കർമ്മങ്ങളാണ് നാം ചെയ്യുന്നതെങ്കിലും ആ ചെയ്യുന്ന വേളയിൽ ഇഖ്ലാസ് ഉണ്ട്, സമയം നമ്മൾ ചെലവഴിക്കുന്നുണ്ട്, സമ്പത്ത് വിനിയോഗിക്കുന്നുണ്ട്, അങ്ങേയറ്റത്തെ സൂക്ഷ്മതയോടുകൂടെ തന്നെയാണ്, പരലോകം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് നിർവഹിക്കപ്പെടുന്നതെങ്കിലും അത്തരം കർമ്മങ്ങളുടെയും അവസാനത്തെ ഫലം എന്ന് പറയുന്നത് ഇതായിരിക്കും. വളരെയധികം സൂക്ഷിക്കേണ്ടതാണ്. സൂചിപ്പിച്ചു വരുന്നത് ബിദ്അത്തുകളെ കുറിച്ചാണ്. നമുക്കറിയാം, ഓരോ വെള്ളിയാഴ്ച ദിവസത്തിൽ ഖുതുബ തുടങ്ങുന്ന സമയത്ത് ഞാനടക്കമുള്ള മുഴുവൻ ഖതീബുമാരും അതുപോലെ തന്നെ പ്രഭാഷണം നടത്തുന്ന ആളുകളുമെല്ലാം നിരന്തരമായി പറയുന്ന ചില വാക്കുകളുണ്ട്. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിന് പറഞ്ഞു കൊടുത്തിരിക്കുന്ന ചില വാക്കുകളാണ്. ഖൈറുൽ കലാമി കലാമുല്ലാഹ്, വാക്കുകളുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും നല്ലതായിരിക്കുന്ന വാക്ക് അല്ലാഹുവിന്റെ കലാമാണ്, വിശുദ്ധ ഖുർആനാണ്. വഖൈറുൽ ഹദീ ഹദീ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം,
ചര്യയുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലതായിരിക്കുന്ന ചര്യ എന്ന് പറയുന്നത് പ്രവാചകന്റെ ചര്യയാണ്. പ്രവാചകന് നുബുവത്ത് കിട്ടിയതിനു ശേഷം ഈ ദുനിയാവിൽ നിന്നും മടങ്ങുന്നത് വരെ ജീവിച്ചു കാണിച്ചു തന്ന, പറഞ്ഞു പഠിപ്പിച്ചു തന്നിരിക്കുന്ന, മാതൃകയായി കാണിച്ചു തന്നിരിക്കുന്ന ഹദിയാണ്. ആ മാർഗമാണ് ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത്. എന്നിട്ട് പറയുന്നുണ്ട് കുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ നൂതനമായിട്ടുള്ള കാര്യങ്ങളും വലാലത്താണ്. മറ്റൊരു വായത്തിലുള്ള വകുല്ലു വലാലത്തിൻ ഫിന്നാർ, എല്ലാ വലാലത്തുകളും വഴികേടിലായിരിക്കും എത്തുക. അതുകൊണ്ട് തന്നെ എല്ലാ മുഹ്ദസാത്തുകളും, പുതുതായി ഉണ്ടാക്കപ്പെട്ട കാര്യങ്ങളും ബിദ്അത്താണ്, തെറ്റാണ് എന്നാണ്. അത് വലാലത്തിലെത്തും, നരകത്തിലെത്തിക്കുമെന്നാണ്. പ്രിയപ്പെട്ടവരെ, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റത്തെ ഗൗരവത്തോടുകൂടെയായിരിക്കണം ബിദ്അത്തുകളെ സമീപിക്കേണ്ടത്. കാരണം ബിദ്അത്തുകൾ ഒരുത്തി വെക്കുന്ന വിനകൾ നികത്താൻ കഴിയാത്തതാണ്. ഒന്ന് സൂചിപ്പിച്ചതുപോലെ നരകമായിരിക്കും അവൻ എത്തിച്ചേരുക, നരകത്തിലായിരിക്കും അവന്റെ സങ്കേതമെന്നാണ്. സമാനം പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൃത്യമായിരിക്കുന്ന വചനങ്ങളിലൂടെ, ഒട്ടനേകം വചനങ്ങളിലൂടെ ബിദ്അത്തിന്റെ ആളുകളായിരിക്കുന്ന, ബിദ്അത്തിന്റെ വക്താക്കൾക്ക് നരകമാണ് എന്ന് പറയുന്ന വചനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. മറ്റൊന്ന്, ബിദ്അത്തുകാരൻ ചെയ്യുന്ന കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കുകയില്ല എന്നാണ്. ബിദ്അത്തുകാരന്റെ കർമ്മങ്ങൾ സ്വീകരിക്കുകയില്ല. ഏതൊരു കർമ്മവും അല്ലാഹു സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ചില ഷർത്തുകളുണ്ട്, ശുറൂത്തുകളുണ്ട്, നിബന്ധനകളുണ്ട്. കേവലം നിസ്കാരത്തിനോ മറ്റേതെങ്കിലും ഹജ്ജിനും ഉംറക്കും മാത്രമല്ല ഷർത്തുള്ളത്. ഏതൊരു കർമ്മത്തിനും അല്ലാഹു സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ ചില ഷർത്തുകളുണ്ട്. ഒന്ന്, വിശ്വാസിയായിരിക്കണം നിർവഹിക്കേണ്ടത്. വിശ്വാസി മാത്രം നിർവഹിച്ചാൽ പോരാ, വിശ്വാസി ആയതുകൊണ്ട് മാത്രമായില്ല. പരലോകത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇഖ്ലാസോടുകൂടെ ശരിയായിരിക്കുന്ന നിയ്യത്ത് വേണം. അതുമാത്രമല്ല, മറ്റൊന്ന്, പഠിപ്പിക്കപ്പെട്ട മാതൃകയിൽ ഇത്തിബാഉർ റസൂൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയെ അനുധാവനം ചെയ്തുകൊണ്ടായിരിക്കണം അവൻ നിർവഹിക്കേണ്ടത്. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കാരം നിർവഹിക്കാൻ വേണ്ടി പറഞ്ഞ വേളയിൽ നിങ്ങൾ നിസ്കരിച്ചോളൂ എന്നല്ല, സല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നതായി നിങ്ങൾ കണ്ടുവോ അതേ രൂപത്തിൽ നിങ്ങൾ നിസ്കരിക്കണം. ഹജ്ജിന്റെ വേളയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുൽഖുലൈഫയിൽ വെച്ചുകൊണ്ട് ഇഹ്റാമിൽ പ്രവേശിക്കുന്ന വേളയിൽ 1,00,000 ചില്ലാനും വരുന്ന സഹാബത്തിനെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഖുദൂ അന്നി മനാസികക്കും, ഹജ്ജിന്റെ കർമ്മങ്ങൾ നിങ്ങൾ എന്നിലും നോക്കി കണ്ടു പഠിച്ചു മനസ്സിലാക്കണം. കാരണം എങ്ങനെയെങ്കിലും ചെയ്തതുകൊണ്ട് അള്ളാഹുവിന്റെ സ്വീകരിക്കുകയില്ല എന്നർത്ഥം. അതുകൊണ്ട് ഇസ്ലാമിന്റെ ഓരോ ഇബാദാത്തുകളും നിർവഹിക്കുമ്പോൾ ഈ ഷർത്തുകൾ അനിവാര്യമാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച, സഹാബത്ത് പരിചയിച്ച, സഹാബത്ത് പിൻതലമുറക്കാരായിരിക്കുന്ന ആളുകൾക്ക് പകർന്നു നൽകിയിരിക്കുന്ന ഇബാദത്തുകൾ നിർവഹിക്കപ്പെടുമ്പോൾ മാത്രമേ ആ ഇബാദത്തുകൾ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ബിദ്അത്തുകാരന്റെ ബിദ്അത്തി പ്രവർത്തനങ്ങൾ ഒരിക്കലും അള്ളാഹു സ്വീകരിക്കുകയില്ല. എന്ന് മാത്രമല്ല, ബിദ്അത്ത് നിർവഹിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമെന്ന് പറയുന്നത് അവന്റെ മുന്നിൽ തൗബയുടെ കവാടം അടക്കപ്പെടുമെന്നാണ്. തുബ്രാനി ഉദ്ധരിക്കുന്ന ഹദീസ് നമുക്ക് കാണാൻ കഴിയും, ഇന്നല്ലാഹ ഹജബ തൗബത അൻ കുല്ലി സാഹിബി ബിദ്അത്തിൻ, ബിദ്അത്ത് നിർവഹിക്കുന്ന മനുഷ്യന്റെ മുന്നിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗബയുടെ കവാടങ്ങൾക്ക് ഇടയിൽ ഒരു മറയുണ്ടാക്കുമെന്നാണ്. ഹത്താ യദഅ ബിദ്അതഹു, അവന്റെ ബിദ്അത്തുകൾ അവൻ അവസാനിക്കുന്നത് വരെ, നിർത്തുന്നത് വരെ, ഒഴിവാക്കുന്നത് വരെ ബിദ്അത്തുകാരന്റെ തൗബ അല്ലാഹു തടയപ്പെടുമെന്നാണ്. അതുപോലെ തന്നെ പരലോകത്ത് വിശ്വാസികളായിരിക്കും നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്ന വലിയൊരു സൗഭാഗ്യമാണ് അന്ത്യപ്രവാചകൻ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു നൽകിയിരിക്കുന്ന ഹൗദുൽ കൗസർ, പ്രവാചകന്റെ കൈയിനാൽ കുടിപ്പിക്കപ്പെടുക എന്നുള്ളത് വിശ്വാസികൾ ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ആഗ്രഹിക്കേണ്ടതുമൊക്കെയാണത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, പരലോകത്ത് മഹ്ശറിൽ വെച്ചുകൊണ്ട് ഞാൻ എന്റെ ഉമ്മത്തിൽപ്പെട്ട ആളുകൾക്ക് ഹൗദുൽ കൗസർ മുക്കിക്കൊടുക്കുന്നതാണ് എന്നാണ്. ഈ സമയത്ത് സഹാബത്ത് ചോദിക്കുന്നത്, പ്രവാചകര്, എങ്ങനെയാ നിങ്ങൾക്ക് നിങ്ങളുടെ ഉമ്മത്തിനെ തിരിച്ചറിയാൻ കഴിയുക? താങ്കളുടെ മരണത്തിനു ശേഷം ആളുകൾ ഈ വിശ്വാസത്തിൽ, ഈ ആദർശത്തിൽ, ഇസ്ലാമിൽ തുടരുമല്ലോ, എങ്ങനെ തിരിച്ചറിയും? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് പറഞ്ഞു കൊടുത്തു, എന്റെ ഉമ്മത്തിനെ തിരിച്ചറിയാൻ റബ്ബ് സുബ്ഹാനഹു വ തആല എനിക്ക് ചില അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. അതെങ്ങനെയെന്ന് വെച്ചാൽ, അവർ നിസ്കാരം നിർവഹിക്കുന്നതിന് വേണ്ടി അവർ നിർവഹിക്കുന്ന വുളൂഇന്റെ ഫലമായിട്ട് ഉർറുൽ മുഅജ്ജലീൻ, കൈകാലുകൾ തിളങ്ങുന്ന രൂപത്തിലായിരിക്കും എന്റെ ഉമ്മത്തിൽപ്പെട്ട നിസ്കാരക്കാരായ വുളൂ എടുക്കുന്ന ആളുകളെ പരലോകത്ത് പുനർതെഴുന്നേൽപ്പിക്കുക എന്നാണ്. അതുകൊണ്ട് എന്റെ ഉമ്മത്തിനെ എനിക്ക് തിരിച്ചറിയുമെന്നാണ്. ഈ തിരിച്ചറിഞ്ഞ ഉമ്മത്തിന് ഹൗദുൽ കൗസർ പാനം ചെയ്തുകൊണ്ട് അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോ ഒരുപറ്റം ആളുകൾക്ക് ഹൗദുൽ കൗസർ കൊടുക്കാൻ വേണ്ടി സന്നദ്ധമാകുന്ന വേളയിൽ റബ്ബ് സുബ്ഹാനഹു വ തആല അവരെ വിലക്കും.
ഈ സമയത്ത് പ്രവാചകൻ സഹിയായിരിക്കുന്ന ഹദീസിൽ വന്നിരിക്കുന്ന കാര്യമാണ്. പ്രവാചകൻ പറയണം, അത് ഈ ഉമ്മത്തി, ഇതെന്റെ ഉമ്മത്താണ്, എന്റെ സമുദായമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷിതാവായിരിക്കുന്ന റബ്ബിനോട് പറയുമ്പോ അള്ളാഹ് പറയും, നിന്റെ ഉമ്മത്ത് തന്നെയാണ്, പക്ഷേ നിന്റെ കാലശേഷം എന്തു പുതിയായിരിക്കുന്ന കർമ്മങ്ങൾ ചെയ്തു, വിദഅത്തുകളാണ് ഇവർ ചെയ്തിരിക്കുന്നത് എന്ന് നിനക്കറിയില്ല, അതുകൊണ്ട് അവർ നിന്റെ ഈ പറയപ്പെട്ട ഹൗദുൽ കൗസറിന് അവകാശികളല്ല എന്ന് പറയുന്നതാണ്. ഈ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, സുഹഖൻ സുഹഖാ, നിങ്ങൾ വിദൂരമായി പോവുക, എന്റെ ശേഷം എന്റെ മതത്തിൽ പുതുതായി ഉണ്ടാക്കിയവരാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിന് അർഹരല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആട്ടിയോടിക്കപ്പെടുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് എന്നാണ്. അവരാരാണ്? നിസ്കരിച്ചവരാണ്, വുദൂ എടുത്തവരാണ്, വുദൂഇന്റെ അടയാളമായിട്ട് കൈകാലുകൾ തിളങ്ങുന്നവർ തന്നെയാണ്. പക്ഷേ പ്രവാചകന്റെ കാലശേഷം ദീനിൽ പുതുതായി ഉണ്ടാക്കിയത് കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല മഅ്ശറയിൽ വെച്ച് പോലും അള്ളാഹുവിന്റെ കാരുണ്യത്തിനും പ്രവാചകന്റെ പരിഗണനക്കും അവർ തടയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നാണ്. പ്രിയപ്പെട്ടവരെ, ഇതുകൊണ്ട് തന്നെയാണ് നിരന്തരമായി മുൻഗാമികളായിരിക്കുന്ന ആളുകൾ, പ്രവാചകനടക്കമുള്ള സകലമാന വിശ്വാസികളായിരിക്കുന്ന ആളുകളും ജനങ്ങളെ ഉത്ബോധനം നടത്തുമ്പോ, ജനങ്ങൾക്ക് ഉപദേശം കൊടുക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രാധാന്യത്തോടുകൂടെ ഈ ബിദ്അത്തുകളെ കുറിച്ച് പറയാനുള്ള കാരണം, ഏതു സന്ദർഭങ്ങളും നിരന്തരമായി നമ്മൾ കേൾക്കുന്ന, ഒരുപക്ഷെ കേട്ടു കാണാതെ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, കുല്ലു മുഹ്ദസത്തിൻ ബിദ്അ വകുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ എന്നുള്ളത്. പക്ഷെ ഒരു പ്രശ്നം, എന്താ ബിദ്അത്ത്? ഒരുപറ്റം ആളുകൾ പറയുന്നു ഇത് ബിദ്അത്താണ്, മറ്റാളുകൾ പറയുന്നു ഇത് ബിദ്അത്തല്ല, ഇത് സുന്നത്താണ് എന്ന്. എന്താ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ അതിൽ പ്രത്യേകമായിരിക്കുന്ന വലിയ ഒരു ചിന്തയും അതിന്റെ ആവശ്യമില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹീഹായിരിക്കുന്ന ഹദീസുകളിലൂടെ ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചിട്ടുണ്ട് എന്താണ് ബിദ്അത്ത് എന്നുള്ളത്. പ്രവാചകൻ പറഞ്ഞു, മൻ അഹ്ദസ ഫീ അംറിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദ്. മൻ അഹ്ദസ, ആരെങ്കിലും പുതുതായി ഉണ്ടാക്കിയാൽ, ഫീ അംറിനാ ഹാദാ, അതാണ് ഏറ്റവും അടിവരയിട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏതെങ്കിലും ഒരു കാര്യം എന്നല്ല. പ്രവാചകന്റെ കാലത്ത് പള്ളിയിൽ ഇതുപോലെ കാർപ്പറ്റ് ഇട്ട് നിന്നില്ല, സംസാരിക്കുമ്പം ഈ പറയുന്നത് പോലെയുള്ള മൈക്ക് ഉപയോഗിച്ചിരുന്നില്ല, സഞ്ചരിക്കാൻ വാഹനങ്ങൾ ഉപയോഗിച്ചിരുന്നില്ല, ഇന്ന് കാണുന്ന സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇതെല്ലാം ബിദ്അത്തല്ലേ? അതെ, ഇതെല്ലാം ബിദ്അത്ത് തന്നെയാണ്. ഭാഷാപരമായി ബിദ്അത്താണ്. മുമ്പില്ലാത്ത പുതുതായി ഉണ്ടാക്കിയതിന് സകലതിനെയും ഭാഷാപരമായി ബിദ്അത്ത് എന്ന് പറയും. എന്നാൽ ളലാലത്തിൽ അകപ്പെടുന്നതും നരകത്തിലേക്ക് എത്തിക്കുന്നതുമായ ബിദ്അത്താണോ? അല്ലേ, അല്ല. എന്തുകൊണ്ട്? ഹദീസിൽ വളരെ കൃത്യമായി പറഞ്ഞു, മൻ അഹ്ദസ, ആരെങ്കിലും പുതുതായി ഉണ്ടാക്കിയാൽ, ഏതു കാര്യത്തിൽ? ഫീ അംറിനാ ഹാദാ, ഫീ അംറിനാ ഹാദാ, ഈ കാര്യത്തിൽ, യഅനി ഫിൽ ഇസ്ലാം, ഫീ ശരീഅ, ദീനിൽ, ഇസ്ലാമിന്റെ ശരീഅത്തിൽ പുതുതായി ഉണ്ടാക്കിയാൽ, ഇസ്ലാമിന്റെ ദീനിൽ പുതുതായി ഉണ്ടാക്കിയാൽ അതാണ് ബിദ്അത്തായി മാറുന്നത്. മാ ലൈസ മിൻഹു, അത് പരിഗണിക്കപ്പെടുന്നതില്ല, ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാണ് എന്നാണ്. മറ്റൊരു ഭാഗത്ത് പറഞ്ഞു, മൻ അമില അമല ലൈസ അലൈഹി അംറുന, അവിടെ അംറുന എന്ന പദമാണ്. ആരെങ്കിലും ഒരു പ്രവൃത്തി അനുഷ്ഠിക്കുന്നു, ഏത്? ലൈസ അലൈഹി അംറുന, അതിന് നമ്മുടെ കൽപ്പനയില്ലാത്ത, അതോ അല്ലാഹുവിന്റെയോ റസൂലിന്റെയോ കൽപ്പനയില്ലാത്ത ഒരു കാര്യം നന്മയാണെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഒരാൾ നിർവഹിക്കുന്നതെങ്കിൽ അതിനെയാണ് ബിദ്അത്ത് എന്ന് പറയുന്നത്. ഇത് നോക്കൂ നിങ്ങൾ, ഇസ്ലാമിൽ വ്യാപകമായി, ഇസ്ലാമിക സമൂഹത്തിൽ വ്യാപകമായി നടക്കുന്ന ഒരുപാട് ബിദ്അത്തുകളുണ്ട്. ഒരുപക്ഷെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ആമുഖത്തിൽ പറഞ്ഞതുപോലെ, ആളുകൾ അത് സ്വീകരിക്കുന്നവരായി അല്ലെങ്കിൽ അത് അനുഷ്ഠിക്കുന്നവരുടെ ബാഹുല്യം നമ്മെ അങ്ങേയറ്റം അത്ഭുതപ്പെടുത്തുന്നുണ്ട്. ഇത് ബിദ്അത്താണെങ്കിൽ എങ്ങനെ ഭൂരിപക്ഷം ആളുകൾ അനുഷ്ഠിക്കുമെന്നാണ്. ഇവിടെയാണ് ഇമാം ബർബഹാരി റഹിമഹുല്ലാഹ് പറഞ്ഞു, ബിദ്അത്തിന്റെ ചെറിയതായിരിക്കുന്ന ഒരു തുടക്കം കുറിക്കുന്ന വേളയിൽ തന്നെ നിങ്ങൾ അതിനെ സൂക്ഷിക്കേണ്ടതുണ്ട്, ഒഴിവാക്കേണ്ടതുണ്ട്. കാരണം ഓരോ ബിദ്അത്തുകളും തുടങ്ങുന്ന സമയത്ത് നിർവഹിക്കപ്പെടുന്ന ആളുകൾ തുലം കുറവായിരിക്കും. പിന്നെ പ്രചാരത്തിൽ വരും, ആ പ്രചാരത്തിൽ വന്ന് മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾ നിർവഹിക്കുമ്പോ അത് ഒഴിവാക്കാൻ കഴിയാത്ത രൂപത്തിൽ സ്വീകാര്യത ലഭിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് വിജയത്തിന്റെ തുടക്കത്തിൽ തന്നെ നിങ്ങൾ ഭയപ്പെടേണ്ടതുണ്ട് എന്ന് ഇമാം ബർബഹാരി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ശറഹ് സുന്നയിൽ സൂചിപ്പിക്കുന്ന നമുക്ക് കാണാൻ കഴിയും. നോക്കൂ നിങ്ങൾ, ഇന്ന് കാണുന്ന ബാലമൗലൂദുകളാകട്ടെ, റാത്തീബുകളാകട്ടെ, ജാറങ്ങളാകട്ടെ, ഉറൂസുകളാകട്ടെ, ഇനി വരാൻ പോകുന്ന മീലാദ് ഷരീഫിനെ പോലെയുള്ള കാര്യങ്ങളാകട്ടെ, ഇതെല്ലാം തന്നെ ഈ പറയപ്പെട്ടതുപോലെ ബിദ്അത്താണ്. എന്തുകൊണ്ട് ബിദ്അത്ത്? അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ പാൻറിടലും മറ്റു കാര്യങ്ങളൊക്കെ ബിദ്അത്തല്ലേ? ബിദ്അത്ത് തിരിച്ചറിയാൻ പ്രിയപ്പെട്ടവരെ, ബിദ്അത്തിന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. ഒരാൾ ഒരു പള്ളിയിൽ കാർപ്പറ്റ് വിരിക്കുമ്പോ, ഖുതുബയും പ്രഭാഷണം നടത്താൻ വേണ്ടി മൈക്ക് ഉപയോഗിക്കുമ്പോ, അതിൽ മറ്റേതെങ്കിലും ജീവിത സൗകര്യങ്ങള്
നമ്മൾ സ്വീകരിക്കുമ്പം അതിൽ പ്രത്യേകമായ പുണ്യമുണ്ട് എന്ന് നമ്മൾ ആരും വിശ്വസിക്കുന്നില്ല. മൈക്കല്ലാതെ കുത്തു പറഞ്ഞാലും, കാർപ്പറ്റ് ഇടാത്ത പള്ളിയിൽ നിസ്കരിച്ചാലും, കാർപ്പറ്റ് ഇട്ട പള്ളിയിൽ നിസ്കരിച്ചാലും ഒരേ കൂലി തന്നെയാണുള്ളത്. ആർക്കും അതിൽ വ്യത്യാസമല്ല, അല്ലേ? അതുപോലെ തന്നെ കാൽ സഞ്ചരിച്ചു കഴിഞ്ഞാലും സൈക്കിൾ സഞ്ചരിച്ചു കഴിഞ്ഞാലും എന്തെങ്കിലും പ്രത്യേകതയുണ്ട്, നമ്മൾ ആരും വിശ്വസിക്കുന്നില്ല. എന്നാൽ ആ ദുനിയാവിന്റേതായിരിക്കുന്ന ഭൗതികമായിരിക്കുന്ന കാര്യത്തിൽ നൂതനമായി എല്ലാം സ്വീകരിക്കാം. ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായിരിക്കുന്ന തത്വങ്ങൾ മാത്രം പാലിച്ചാൽ മതി. ഹറാമാവരുത്, ഇസ്രാഫ് ഉണ്ടാവരുത്, അതുപോലെ തന്നെ ദീനിന് എതിരാകുന്ന കാര്യങ്ങളായി തീരും ചെയ്യരുത്. ഇതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ. വേഷം ധരിക്കുമ്പോ അനുവദിക്കപ്പെട്ട ഹലാലായിരിക്കണം. അതുപോലെ തന്നെ അതിൽ ഇസ്രാഫ് ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ അത് ഇസ്ലാമിനെതിരാകുന്ന മറ്റുള്ള ആളുകളെ, മറ്റുള്ള മതക്കാരായിരിക്കുന്ന ആളുകളെ ഒരു സാമ്യപ്പെടുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ഭക്ഷണമൊക്കെ അങ്ങനെ തന്നെ. എന്നാൽ നോക്കൂ നിങ്ങൾ, നിർവഹിക്കപ്പെടുന്ന മാലകളാകട്ടെ, മൗലൂദുകളാകട്ടെ, അതുപോലെയുള്ള ഏതെല്ലാം കാര്യമാകട്ടെ, ഇതെല്ലാം നിർവഹിക്കപ്പെടുമ്പോ ഓരോരുത്തരും ചിന്തിക്കുന്ന എന്താണ്? നിർവഹിച്ചു കഴിഞ്ഞാൽ പരലോകത്ത് ഇന്നതുണ്ടാകുമെന്നാണ്. പരലോകത്ത് ഏതെങ്കിലും രൂപത്തിൽ ഏതെങ്കിലും ഒരു പ്രതിഫലമുണ്ട് എന്ന് നമുക്ക് അറിയിച്ചു തരാൻ അർഹനായിരിക്കുന്ന ഒരേ ഒരാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലേക്ക് പറഞ്ഞയച്ചിട്ടുള്ളൂ. ഈ ഉമ്മത്തിൽ അന്ത്യപ്രവാചകൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാളും 25 ഇരട്ടി അല്ലെങ്കിൽ 27 ഇരട്ടി പ്രതിഫലമുണ്ട് കൂട്ടമായി നിസ്കരിക്കാൻ എന്ന് കേൾക്കുമ്പോ, എന്ന് വിശ്വസിക്കുമ്പോ, ജമാഅത്തിൽ പങ്കെടുക്കുമ്പോ ആര് പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എങ്കിൽ മൗലൂദ് കഴിച്ചാൽ ഇന്ന പ്രതിഫലമുണ്ട്, റാത്തീബ് നടത്തിയാൽ ഇന്ന പ്രതിഫലമുണ്ട്, അതുപോലെ തന്നെ മഖാമുകളിലും അതുപോലെ തന്നെ മക്ബറകളിലും പോയാൽ ഇന്ന പ്രതിഫലമുണ്ട്. പറഞ്ഞു തരേണ്ട ആരാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഈ ഉമ്മത്തിനെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കേണ്ട സകലമാന കാര്യങ്ങളും നരകത്തിൽ നിന്നും വിദൂരമാക്കുന്ന മുഴുവൻ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഈ ദുനിയാവിൽ നിന്നും വിട്ടേച്ചു പോകുന്നത്. അല്ലാഹു അലൈഹാ ബിന്നവാജിദ്, ഞാൻ പഠിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ മുറുകെ പിടിക്കണം, അണപ്പല്ലുകൾ കൊണ്ട് കടിച്ചു പിടിക്കണം. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ യഅ്ശു മിൻകും, നിങ്ങൾ എന്റെ ഈ സഹാബത്തിൽ നിന്ന് ആരെങ്കിലും ദീർഘായുസ് നൽകപ്പെടുകയാണെങ്കിൽ, കുറച്ചുകൂടെ കാലം നീളുകയാണെങ്കിൽ, ഫസയറാ ഇഖ്തിലാഫൻ കതീറാ, ധാരാളക്കണക്കിന് അഭിപ്രായ വ്യത്യാസങ്ങൾ ദീനിന്റെ വിഷയത്തിൽ പോലും ഉണ്ടാകാമെന്നാണ്. ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഹീന്റെ അടിസ്ഥാനത്തിൽ പ്രവചനം നടത്തിയതാണ്. ഈ സമയത്ത് എന്താ പറഞ്ഞത്? അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ തുടരട്ടേതാണോ? അല്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഫർദൂഹു ഇലല്ലാഹി വറസൂലിഹി, അല്ലാഹുവിലേക്കും റസൂലിലേക്കും നിങ്ങൾ മടക്കണം. അല്ലാഹുവിലേക്ക് എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിലേക്ക്, റസൂലിലേക്ക് എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ സുന്നത്തിലേക്ക് അഥവാ ഹദീസിലേക്ക് മടക്കണം. നോക്കൂ നിങ്ങൾ, ഇന്ന് മുസ്ലിം സമൂഹത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾ നിർവഹിക്കപ്പെടുന്ന ഈ പറയപ്പെട്ട ഏതു കാര്യത്തെയും നമ്മൾ മടക്കാം. പ്രവാചകന്റെ കാലത്തുണ്ടോ? അനുഷ്ഠിക്കുന്ന ആളുകൾ പോലും, നിർവഹിക്കുന്ന ആളുകൾക്ക് പോലും വാദമില്ലാത്തതാണ്. പ്രവാചകന്റെ കാലത്ത് മീലാദ് ഷരീഫില്ല, പ്രവാചകന്റെ കാലത്ത് മാല മൗലൂദുകളില്ല, ജാറങ്ങളില്ല, ഉറൂസുകളില്ല. ഇതൊക്കെ എല്ലാവർക്കും അറിയാം. നാരിയ സലാത്തുകളില്ല, ഒക്കെ അറിയാം. പിന്നെന്താണ്? നന്മയുണ്ട് എന്നാണ്. നന്മ ആരാ പഠിപ്പിക്കേണ്ടത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ്, അം ലഹും ശുറകാ ശറഉ ലഹും മിനദ്ദീനി മാ ലം യഅ്ദൻ ബിഹില്ലാ, അല്ലാഹുവിന്റെ മതത്തിൽ, ദീനിൽ പുതിയൊരു ശരീഅത്ത് മതനിയമം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ആരാണ് പങ്കാളിയായിട്ടുള്ളത്? റബ്ബല്ലാതെ വേറെ ആരുള്ളത് എന്നാണ്. ഇതൊരു പുണ്യമാണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ പ്രവാചകൻ പഠിപ്പിക്കണം. സഹോദരന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് പോലും അത് പരലോകത്ത് പുണ്യം കിട്ടുന്നതാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നുവെങ്കിൽ ആര് പറഞ്ഞു? പ്രവാചകൻ പറഞ്ഞു. എങ്കിൽ ഇന്ന് കാണുന്ന ഈ പറയപ്പെട്ട മാല മൗലൂദുകളോ മറ്റേതോ ആകട്ടെ, ഇതെല്ലാം പുണ്യമുണ്ടെന്ന് ആര് പറഞ്ഞു? എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്? ഖുർആനിലുണ്ടോ? ഹദീസിലുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ നമ്മൾ വിചാരിക്കും ഇതൊക്കെ എന്തിനങ്ങനെ പറയുന്നതാണ്, അല്ലേ? കാരണം ഇത് പരലോകം നിർവഹിക്കപ്പെടുന്ന സംഗതി. നേരത്തെ പറഞ്ഞല്ലോ, നരകത്തിലേക്ക് എത്തിക്കുന്നത്, അതുപോലെ തന്നെ അവന്റെ തോബക്ക് തടസ്സമായി തീരുന്നത് എത്രമാത്രം എന്ന് ചോദിച്ചാൽ, സുഫിയാൻ സൗരി റഹിമഹുല്ലാ പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ നമ്മളൊക്കെ വിചാരിക്കുന്ന പോലെയുള്ള വൻപാവങ്ങൾ, വ്യഭിചാരം, കൊലപാതകം, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനേക്കാളും ഇബ്ലീസിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അൽ ബിദ്അതു അഹബ്ബു ഇലാ ഇബ്ലീസ് മിനൽ മഅസിയ്യ, അള്ളാഹുവിനോട് ധിക്കാരം കാണിക്കുക, ഹറാമുകൾ ചെയ്യുക എന്നതിനേക്കാളും ഈ ബിദ്അത്താണ് ഇബ്ലീസിന് ഏറ്റവും ഇഷ്ടമുള്ളത് എന്നാണ്. എന്നിട്ട് അതിന്റെ കാരണം അദ്ദേഹം പറയാണ്, വൽ മഅസിയതു യുതാബു മിൻഹാ, ഒരാള് തിന്മകൾ ചെയ്താൽ അയാൾ തൗബ ചെയ്യും. ഒരാൾ വിഭജിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും കാലത്തെ മോശമായി പോയിട്ടോ എന്ന് തോന്നിയിട്ട് അയാൾക്ക് തൗബ ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. പക്ഷേ ബിദ്അത്തിനെ സംബന്ധിച്ചിടത്തോളം വൽ ബിദ്അതു ലാ യുതാബു മിൻഹാ, ബിദ്അത്ത് നിർവഹിക്കുന്ന മനുഷ്യൻ മരണം വരെയും തൗബ ചെയ്യില്ല. കാരണം അയാൾ അപ്പോഴും വിചാരിക്കുന്നത് ഞാൻ വലിയ ഏതോ ഒരു പുണ്യകർമ്മം ചെയ്തിട്ടുണ്ട് എന്നാണ്, അല്ലേ?
ഈ പറയപ്പെട്ടതുപോലെയുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾ വിചാരിക്കുന്നത് ഞാൻ പരലോകത്ത് ഗുണം കിട്ടുന്ന ഹൈറായിരിക്കുന്ന വലിയൊരു നന്മ ചെയ്തിട്ടുണ്ട് എന്ന ചിന്തയായിരിക്കും. അതുകൊണ്ട് ഇബ്ലീസ് അവരെ അതിൽ തളച്ചിടുമെന്നാണ്. തൗബ ചെയ്യാൻ അവസരം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തീർച്ചയായും ബിദ്അത്തുകൾ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിനു ശേഷം ആദ്യമായി ബിദ്അത്തുകൾ രണ്ട് രൂപത്തിലാണ്. ഒന്ന് ഇഅ്തിഖാദിയായിരിക്കുന്ന ബിദ്അത്തുകൾ, ഖൗലിയായിരിക്കുന്ന ബിദ്അത്തുകൾ, വാക്കുകൊണ്ട് വിശ്വാസം കൊണ്ടൊക്കെയുള്ള ബിദ്അത്തുകൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തിന് ശേഷം ആദ്യമായിട്ട് ഇസ്ലാമിലേക്ക് ബിദ്അത്ത് കടന്നു വന്നത് ഖവാരിജിയാക്കളിലൂടെയാണ്, പിന്നീട് ഷിയാക്കളിലൂടെ, പിന്നീട് ഖദരിയാക്കളും റാഫിദിയാക്കളും തുടങ്ങിയിരിക്കുന്ന അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ എല്ലാവരും പിഴച്ച കക്ഷികളെന്ന് എണ്ണി പറഞ്ഞിരിക്കുന്ന ആളുകളാണ് ആദ്യമായിട്ട് ബിദ്അത്തിന്റെ കക്ഷികളായി വരുന്നത്. അവരിൽ മഹാഭൂരിപക്ഷവും വിശ്വാസപരമായിരിക്കുന്ന ഇഅ്തിഖാദായിരുന്നു. ഈമാൻ കൂടൂല, കുറയുന്നില്ല. ഒരാൾക്ക് അള്ളാഹു ഓരോ പ്രവർത്തനം ചെയ്യുന്ന സമയത്ത് മാത്രമേ അള്ളാഹു കഴിവ് കൊടുക്കുന്നുള്ളൂ എന്ന് തുടങ്ങിയിരിക്കുന്ന രൂപത്തിലുള്ള വാദങ്ങളൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. അള്ളാഹുവിന്റെ സിഫാത്തുകളെയും അഫ്ആലുകളെയും എല്ലാം വ്യാഖ്യാനിച്ചുകൊണ്ടുള്ള ആ രൂപത്തേക്കുള്ള വിശ്വാസപരമായിരിക്കുന്ന ബിദ്അത്തുകളിലൂടെ തുടങ്ങി പിന്നീട് കർമ്മപരമായിരിക്കുന്ന ബിദ്അത്തുകളിലേക്ക് സാവധാനത്തിൽ കയറുകയും പ്രചാരം ശ്രദ്ധിക്കുകയും ചെയ്യുകയുണ്ടായി. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് ചെയ്യുന്നവരുടെ ബാഹുല്യവും അതിന്റെ സ്വീകാര്യതയുമല്ല ഒരു വിശ്വാസി പരിഗണിക്കേണ്ടത്. നേരെ മറിച്ച് പ്രമാണങ്ങളിലുണ്ടോ, പ്രമാണങ്ങളിൽ ഉണ്ടെങ്കിൽ ഒരാളും അനുഷ്ഠിക്കുന്നില്ലെങ്കിൽ പോലും അത് നിർവഹിക്കേണ്ടവനാണ് വിശ്വാസി. പ്രമാണങ്ങളിൽ ഇല്ലയോ, എല്ലാവരും നിർവഹിച്ചാൽ പോലും അതൊരിക്കലും അംഗീകരിക്കുവാനോ നിർവഹിക്കാനോ പാടില്ലാത്തതുമാണ് ഒരു വിശ്വാസി എന്ന്. അതുകൊണ്ട് ബിദ്അത്തിനെ തിരിച്ചറിയുക. റബ്ബ് സുബ്ഹാനഹു വ തആല ബിദ്അത്തിന്റെ ദുരന്തങ്ങളിൽ നിന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെയൊക്കെ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് നുസല്ലി വനുസല്ലിമു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വമൻ തബിഅഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ. ഇത്തഖുല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുക. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകനായി ജീവിച്ചത് 23 വർഷമാണ്. ഹിറാ ഗുഹയിൽ നിന്ന് വഹീന്റെ തുടക്കം കുറിച്ച് ഹിജ്റ 10 പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റബീഉൽ അവ്വൽ 12 ഒരു തിങ്കളാഴ്ച മരണപ്പെടുന്നത് വരെയാണ് ഇസ്ലാമിന്റെ ശരീഅത്തിന്റെ പൂർത്തീകരണം സാധ്യമായിട്ടുള്ളത്. ആ മരണത്തിന്റെ തൊട്ടുമുമ്പുള്ള ഹജ്ജിന്റെ വേളയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആന്റെ വചനങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു വചനമാണ് അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. അല്ലാഹ് ഈ സമൂഹത്തോട് പറയാണ്, ജൂതന്മാരായിരിക്കുന്ന ആളുകൾ പറഞ്ഞു, ഈ ആയത്തെങ്ങാനും ഞങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾ ആഘോഷിക്കുമായിരുന്നു, ഈദായിട്ട് ആഘോഷമായി കൊണ്ടാടുമായിരുന്നു എന്നാണ്. കാരണം അള്ളാഹ് പറയാൻ, ഇന്നേ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ മതം ഞാൻ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. കംപ്ലീറ്റ് ആയി എന്നാണ്, ഇസ്ലാം കംപ്ലീറ്റ് ആയി. ഈ ആയത്തിന് ശേഷം പിന്നീട് ദീനിലേക്ക് ആയത്തുകൾ, ഏതാനും ചില ആയത്തുകൾ പ്രവാചകൻ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും ശരി, ഹുക്കുമുകള്, ഇബാദാത്തുകളോ മറ്റുള്ള അമലുകളൊന്നും തന്നെ പിന്നീട് ശറഅാക്കിയിട്ടില്ല. അതുവരെയുള്ളത് മാത്രമേ ഇസ്ലാമിലുള്ളൂ എന്നർത്ഥം. ആ ദീനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സഹാബത്ത് കണ്ടു മനസ്സിലാക്കിയത്. ആ സഹാബത്ത് പിൻതലമുറക്കാരായിരിക്കുന്ന താബീങ്ങൾക്ക് പകർന്നു നൽകി. അങ്ങനെ ഒരുപാട് നൂറ്റാണ്ടുകൾ, 3 നൂറ്റാണ്ടുകൾ പ്രവാചകൻ പറഞ്ഞ പോലെ ഖൈറുൻ നാസ് ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള തലമുറ എന്ന് പറയുന്നത് ഞാനും സഹാബത്തും ജീവിച്ച ആ 1-ാം തലമുറ. പിന്നീട് സഹാബത്തിന് ശേഷം വരുന്ന താബീങ്ങളുടെ തലമുറ, അതിനുശേഷം വരുന്ന തബഉ താബികൾ 300 കൊല്ലക്കാലം, ഹിജ്റ 300. ഇന്ന് നമ്മൾ കാണുന്ന പല ഇബാദത്തുകളായി, പുണ്യകർമ്മങ്ങളായി പരിചയപ്പെടുത്തപ്പെട്ട കർമ്മങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ 3 നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് പലതും ദീനിലേക്ക് കടന്നുകൂടിയിട്ടുള്ളത്. ഇത് കടന്നുകൂടിയെന്ന് മാത്രമല്ല, നേരെ മറിച്ച് ചെയ്യാത്ത ആൾ, ഇനിയിപ്പോ അങ്ങനത്തെ ഒരു വിശ്വാസമൊന്നും ഞങ്ങളില്ല എന്ന് വിചാരിക്കുകയാണെങ്കിലോ, ഞങ്ങൾ ഒരു പാന്റ് ധരിക്കുന്നത് പോലെ, പള്ളിക്ക് മിനാറുണ്ടാക്കുന്നത് പോലെ, അതല്ലെങ്കിൽ ബൈക്കും മറ്റൊക്കെ വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് പോലെയുള്ള സംഗതി മാത്രമാണ് ഇതുമെന്നാണോ? അങ്ങനെയല്ലല്ലോ. നിർവഹിക്കാത്ത ആളുകളെ കുറിച്ച് മോശക്കാരെന്നാണ്. റബീഉൽ അവ്വൽ, ഇനി മാസം ഇതാ റബീഉൽ അവ്വൽ 12 അന്നെങ്ങാനും പ്രവാചകൻ സ്നേഹത്തിന്റെ പേരിൽ ജാഥകൾ നടത്താത്ത, പ്രകടനം നടത്താത്ത, അതിന്റെ പേരിൽ പരിപാടി സംഘടിപ്പിക്കാത്ത, അതിന്റെ പേരിൽ ഭക്ഷണങ്ങൾ വിതരണം ചെയ്യാത്ത ആളുകളെ കുറിച്ച് ദീനിന്റെ പുറത്തുള്ള ആളുകളാണ്, അവർക്ക് പ്രവാചകനോട് സ്നേഹമില്ലാത്തവരാണ് എന്നാണ് പറയുന്നത്. അപ്പൊ കേവലം ഏതെങ്കിലും ഒരാൾ ചെയ്യുന്നു എന്ന് മാത്രമല്ല, ചെയ്യുകയാണെങ്കിൽ പോലും പരിഗണിക്കാൻ പറ്റൂല. അത് ചെയ്യാത്ത ആളുകളെ കുറിച്ച്, 5 നേരം നിസ്കരിക്കാത്തവനെ കുറിച്ച് ആക്ഷേപമില്ലാത്ത ആളുകൾ റബീഉൽ അവ്വൽ 12 അന്ന് ജാഥക്ക് കൂടെ വരാത്തവനെ കുറിച്ച് മോശമായി വിചാരിക്കാൻ, പിരിവെടുക്കാത്തവനെ കുറിച്ച് മോശമായി വിചാരിക്കാൻ സൂക്ഷിക്കണം നമ്മൾ.
നമ്മൾ വിചാരിക്കുന്നുണ്ട് ഇതെല്ലാം അത്ര അങ്ങനെ പരിഗണിക്കേണ്ടത് ഇങ്ങനെ വലിയ വിഷയമാണെന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തൊക്കെ പരിഗണിച്ചിരുന്ന കാര്യങ്ങളെ കുറിച്ച് ഒന്ന് ആലോചിക്കുക നിങ്ങൾ. ഒരിക്കൽ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കൽ വെച്ചുകൊണ്ട് ഒരു മനുഷ്യൻ തുമ്മുകയുണ്ടായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാണ് ഒരാൾ തുമ്മിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാ എന്ന് പറയണം. അൽഹംദുലില്ലാ എന്ന് പറയണം, അത് സുന്നത്താണ്. കേൾക്കുന്ന ആൾ റഹ്മക്കല്ലാഹ് എന്ന് പറയണം. ഇബ്നു ഉമർ റളിയല്ലാഹുവിന്റെ അടുക്കൽ വെച്ചുകൊണ്ട് ഒരു മനുഷ്യൻ തുമ്മിയപ്പോൾ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ, സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ എന്ന് പറഞ്ഞാൽ കൂലിട്ടുന്ന കാര്യമാണ്. പ്രവാചകൻ മേൽ രക്ഷയും സമാധാനം അല്ലാഹുവേ നീ വർഷിപ്പിക്കണേ എന്ന് പറയാം. ഒരു സലാത്ത് പ്രവാചകനെ ചൊല്ലിക്കഴിഞ്ഞാൽ 10 സലാത്ത് നമുക്ക് കിട്ടുന്നതാണ്. പക്ഷെ തുമ്മിയപ്പോൾ അൽഹംദുലില്ലായുടെ കൂടെ ഇത് പറഞ്ഞപ്പം ഇബ്നു അള്ളാഹ് പറഞ്ഞു വലൈസ ഹാദാ അല്ലമനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒഴിവാക്കണം, ഇങ്ങനത്തെ ഒരു കാര്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല എന്നാണ്. ഒറ്റയ്ക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് പോലും ഉറങ്ങുന്ന സമയത്തുള്ള ഒരു പ്രാർത്ഥന പ്രവാചകൻ സഹാബത്തെ പഠിപ്പിച്ചു കൊടുക്കണ്ടായി. അല്ലാഹുമ്മ ഇന്നി അസ്ലംതു നഫ്സി ഇലൈക വവജ്ജഹതു വജ്ഹി ഇലൈക എന്ന് തുടങ്ങുന്നിരിക്കുന്ന അല്പം ദീർഘമായിരിക്കുന്ന ഒരു പ്രാർത്ഥന. ആമൻതു ബികിതാബിക്കല്ലദീ അൻസൽത വബിനബിയിക്കല്ലദീ അർസൽത നബിയിക്കല്ലദീ അർസൽത എന്ന് പറയേണ്ടടുത്ത് പ്രവാചകന് തിരിച്ചു ചൊല്ലിക്കൊടുത്ത സമയത്ത് വബി റസൂലിക്കല്ലദീ അർസൽത എന്ന് പറഞ്ഞു കൊടുത്തു. നബി പറഞ്ഞു പറ്റൂല, നബിയിക്കല്ലദീ എന്നാണ്. റസൂലും നബി എന്ന് പറഞ്ഞാൽ ഭാഷാപരമായി നോക്കുകയാണെങ്കിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, എന്നാൽ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അതൊരുപോലും പ്രവാചകൻ അനുവാദം നൽകിയിട്ടില്ല. ഇനി നോക്ക് നിങ്ങൾ മറ്റൊരിക്കല് അബൂ മൂസ അശ്അരി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പള്ളിയിലേക്ക് പ്രവാചകന്റെ കാലത്തിന് ശേഷം സഹാബത്തെ ഖുലഫാ റാഷിദുകളുടെ കാലത്ത് സുബൈസ്കാരത്തിന് വേണ്ടി മദീന പള്ളിയിലേക്ക് പോയതാ. കുറെ നേരത്തെ പോവാൻ നമ്മൾ ചെല്ലുന്ന പോലെ ബാങ്ക് കൊടുത്തിട്ട് ജമാഅത്തിന് എത്തിയെങ്കിലായി നല്ലൊക്കെയല്ല, അതിനെച്ച് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പേ തന്നെ എത്തിപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നവരായിരുന്നു അവര്. അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു പള്ളിയിലെത്തിയപ്പോൾ പള്ളിയിൽ ചില ചെറുപ്പക്കാരായിരിക്കുന്ന ആളുകൾ വട്ടം കൂടിയിരിക്കുന്നുണ്ട്, പല കൂട്ടമായി ഇരിക്കുന്നുണ്ട്. എന്നിട്ട് അവരുടെ കൂട്ടത്തിൽ നേതാവെന്ന് ഗണിക്കപ്പെടുന്ന ഒരു മനുഷ്യൻ പറയുന്നു, നിങ്ങൾ 100 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് ചൊല്ലൂ. അപ്പൊ ചില കല്ലുകൾ, അന്ന് മറ്റു സംവിധാനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കല്ല് കയ്യിൽ പിടിച്ചിട്ട് സുബ്ഹാനല്ലാഹ് 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 100 തയ്ക്കുന്നു. പിന്നെ പറയും നിങ്ങൾ 100 പ്രാവശ്യം അൽഹംദുലില്ലാഹ് പറയൂ, 100 പ്രാവശ്യം അല്ലാഹു അക്ബർ പറയൂ. എത്ര കൂലിടുന്ന കാര്യം സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ഒക്കെ. ഇത് കണ്ടപ്പം അബൂ മൂസ അശ്അരി റളിയല്ലാഹു തആല അൻഹു ആ പള്ളിയിൽ നിന്നും ഇറങ്ങി സമകാലികനായ പ്രവാചകന്റെ സഹാബത്തിന്റെ കൂട്ടത്തിൽ ശ്രേഷ്ഠനായിരിക്കുന്ന ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക് നേരെ പോയി. എന്നിട്ട് അദ്ദേഹം പള്ളിയിലേക്ക് വരാൻ നിൽക്കാൻ ആ സമയത്ത് പുറത്തിറങ്ങിയ സമയത്ത് വെച്ചു ഞാൻ പള്ളിയിൽ വല്ലാത്തൊരു കാഴ്ച കാണുകയുണ്ടായി. എന്താ അദ്ദേഹം കണ്ട്? സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ചൊല്ലുന്നത് കാര്യങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തു. ഈ സമയത്ത് പറഞ്ഞു, നിനക്ക് പറഞ്ഞുകൂടായിരുന്നോ, നിങ്ങളുടെയൊക്കെ തിന്മകൾ നിങ്ങൾക്ക് എടിക്കൂടായിരുന്നോ എന്ന് ചോദിച്ചുകൂടായിരുന്നോ എന്നാ. എന്നിട്ട് ഇവർ രണ്ടുപേരും ഇവരോടൊപ്പം മറ്റു സഹാബാക്കളും കൂടെ ഇവർ വരുന്നുണ്ട്. അവിടേക്ക് നിങ്ങൾ എന്താ ചെയ്യുന്നത്? അത് പറഞ്ഞു, ഞങ്ങൾ ഖൈർ മാത്രമാണ് ചെയ്യുന്നത്, സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ചൊല്ലുന്നത്. ഈ സമയത്ത് അദ്ദേഹം കോപിഷ്ഠനായി അങ്ങേറ്റ നിർദ്ദേശത്തോടുകൂടെ പറയുന്നുണ്ട്, പ്രവാചകൻ മരണപ്പെട്ടിട്ട് പ്രവാചകന്റെ വസ്ത്രങ്ങൾ നുരുമ്പിപ്പോയിട്ടില്ല, പ്രവാചകൻ ഭക്ഷണം കഴിച്ചിരിക്കുന്ന പാത്രങ്ങൾ നശിച്ചു പോയിട്ടില്ല, അതിനു മുമ്പേ നിങ്ങൾ ബിദ്അത്തുകൾ ചെയ്യുകയാണോ? നിങ്ങളെ അടിച്ചോടിക്കുമെന്ന രൂപത്തിൽ അദ്ദേഹം ശകാരിക്കണ്ടേ. പിന്നീട് പറയുന്നുണ്ട്, ഇത്തരം ആളുകളെ ഖവാരിജികളുടെ കൂട്ടത്തില് മുസ്ലിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യുന്നവരായി മഹാഭൂരിപക്ഷം വരുന്ന ഈ ചെറുപ്പക്കാരായിരിക്കുന്ന ആളുകളെയും കാണാനിടയായി എന്നാണ്. എന്താ അവർ ചെയ്തിരിക്കുന്നത്? സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബറാണ്. നമ്മളും ചോദിക്കുന്നതാണ്, എന്താ ഒരു 10 സലാത്ത് നബിയുടെ മേൽ കൂടുതൽ ചൊല്ലിക്കഴിഞ്ഞാൽ, ഒരു അല്ലാഹു അക്ബർ കഴിഞ്ഞാൽ നിസ്കാരത്തിന് ശേഷം ഒരു 3 സലാത്തിൽ നിന്ന് എന്താ പ്രശ്നം? നിസ്കാരത്തിന് ശേഷം ഒരു കൂട്ടപ്രാർത്ഥന നടത്തിന് എന്താ പ്രശ്നം? മരിച്ചയിടത്ത് ഖുർആൻ ഓതുന്നതിന് എന്താ പ്രശ്നം? ഖുർആനല്ലേ, ഒരു ഹറഫിന് 10 കൂലിയിട്ടൂലേ? അതെ, അടിസ്ഥാനപരമായി നമ്മൾ ചിന്തിക്കുമ്പോൾ ഒന്നും കുഴപ്പമൊന്നുമില്ല. പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക, ഭക്ഷണത്തിൽ ഹറാമാണോ? തിന്നാൻ കൊടുക്കൽ ഹറാമാ? പള്ളിയിൽ നിന്നും മദ്രസയിൽ നിന്നും കഴിക്കൽ ഹറാമാ? പ്രവാചകന്റെ മധു പറയുന്നതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നും പ്രശ്നമില്ല, ഒക്കെ പറ്റി അനുവദിക്കപ്പെട്ടതാണ്. പക്ഷേ പ്രവാചകൻ പഠിപ്പിക്കപ്പെടാത്ത രൂപത്തിൽ എണ്ണമോ വണ്ണമോ സ്ഥലമോ സന്ദർഭമോ നിശ്ചയിക്കുകയും അതിന് ഇന്നാലിന്റെ പ്രതിഫലമുണ്ട് എന്ന് അവകാശപ്പെടുകയും പ്രചരിപ്പിക്കുകയും ആ വിശ്വാസത്തോടുകൂടി നിർവഹിക്കുകയും ചെയ്യുന്ന പഠിക്കാണ് ബിദ്അത്ത് എന്ന് പറയാം. സഹോദരങ്ങളെ ഗൗരവത്തിൽ കാണേണ്ടതാണ്, നിസാരമായിരിക്കുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഇസ്ലാം സമ്പൂർണ്ണമാണ്. നമുക്ക് സ്വർഗം വേണോ, നരകത്തിൽ രക്ഷപ്പെടണോ, അതിന് പറ്റുന്ന വഴികൾ ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുമ്പ് കാലം മുതൽ തന്നെ അഹ്ലുസുന്നയുടെ ഉലമാക്കൾ അത് കിതാബുകളായി രേഖപ്പെടുത്തി നമ്മുടെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. പഠിക്കണം. ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇസ്ലാമിന്റെ വിശ്വാസങ്ങളും കർമ്മങ്ങളെ കുറിച്ചുള്ള അജ്ഞത നമ്മളെ ബാധിക്കുകയാണെങ്കിൽ ചതിയിൽ അകപ്പെടും നമ്മൾ. അതുകൊണ്ട് ദീനിനെ പഠിക്കുക, ദീനിനെ അടുത്തറിയുക, ശരിയായിരിക്കുന്ന പ്രമാണങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ മാത്രം നിർവഹിക്കുന്നവരായി തീരുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ വന്നു പോയിരിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അല്ലാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. പരിശുദ്ധ ഇസ്ലാമിനെ സഹാബത്തും പ്രവാചകനും സഹാബത്തും
വിശ്വസിച്ച് ആചരിച്ച് അനുഷ്ഠിച്ചതുപോലെ തന്നെ നിർവഹിച്ചുകൊണ്ട് ആ സിറാത്തുൽ മുസ്തഖീമിൽ മരണം വരെ അടിയുറച്ചു നിൽക്കാനുള്ള ഈമാനിക കരുത്ത് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.